ഇന്നത്തെ നമ്മുടെ വിഷയം സ്നേഹമാണ്. ഇത് വളരെ അത്ഭുതകരമാണ്. ഞാൻ വളരെ സന്തോഷിക്കുന്നു പിതാവിനെ ഈ വിഷയത്തെക്കുറിച്ച് കാണിച്ചതിൽ. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവരെല്ലാം നിങ്ങൾ സൺഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജ് ആദ്യം കേൾക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ വീണ്ടും ജനനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് വരാവുന്നതാണ്. നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അതിനു മുമ്പ് ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ പടം വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് യഥാർത്ഥ സ്നേഹം വേണം? നമ്മളെല്ലാവരും ബോളിവുഡ് മൂവികളിലും ഹോളിവുഡ് മൂവികളിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ലോകം വേറൊരു വ്യാഖ്യാനം സ്നേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. ആളുകൾ ആ സ്നേഹത്തിന്റെ വ്യാഖ്യാനത്തെ പിടിച്ചുകൊണ്ട് വീണ്ടും പിന്നെ അവർ നിരാശയിലേക്ക് പോകാനിടയായിത്തീരുന്നു. പക്ഷെ ബൈബിൾ ഒരു സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതൊരിക്കലും തോൽക്കുവാനിടയാകത്തില്ല. ഈ സ്നേഹം അത് ജയിക്കുന്നതാണ്. നിങ്ങൾ ഈ സ്നേഹത്തെ പിടിക്കുകയാണെങ്കിൽ ഇത് ലോകത്തിൽ നിന്നുള്ളതല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ സ്നേഹം നിങ്ങളെ ജയത്തിലേക്ക് നയിക്കും. ഇത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ടി വിയിൽ കാണുന്നതും മറ്റുള്ളവരിൽ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ അതിന്റെ പുറകെ ഓടുന്നു. അത് ഒരിക്കലും നമ്മളെ ജയത്തിലേക്ക് നയിക്കുകയില്ല. നമ്മൾ പിതാവിനോട് ചോദിക്കാനിടയാകും, പിതാവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞാൻ അതുകൊണ്ട് ഇത് വ്യക്തിപരമായി ഈ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ. നമ്മൾ പഠിച്ചു, ഒരു പുത്രന് വേണ്ടി വചനം എന്ന് പറയുന്നത് അവൻ ആരാണെന്നും അവന്റെ സ്ഥാനത്തെക്കുറിച്ചും അത് പഠിപ്പിക്കുന്നു. ഈ വൃക്ഷം എന്ന് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷമാണ്. അതിൽ നിന്ന് ആദം കഴിച്ചത്. ഈ വൃക്ഷത്തിന്റെ ഫലം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. വേറൊരു വൃക്ഷമുണ്ട്, അത് ജീവന്റെ വൃക്ഷമാണ്. ആദം എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ രീതിയിൽ അവൻ വീണുപോയി. എല്ലാം അവന്റെ അറിവുകൾ ശരീരത്തിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് സ്വർഗീയമായുള്ള സ്ഥലമാണ്. അത് വചനത്തിലും സത്യത്തിലും അടിസ്ഥാനപ്പെട്ടതാണ്. സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സ്നേഹം, ഈ ലോകത്തിൽ നിന്ന് ജനിക്കുന്നത്, അത് നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകും. ശരീരത്തിലുള്ള സ്നേഹം. പക്ഷെ ഒരു ദൈവികമായ സ്നേഹമുണ്ട്, അത് നമ്മളെ ജീവനിലേക്ക് കൊണ്ടുപോകും. ഈ രണ്ട് രീതിയിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. ശരീരത്തിലുള്ള സ്നേഹം, രണ്ടാമത്തത് നമ്മെ ജീവനിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹം. എത്ര പേര് ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നോ, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു PDF ഫയൽ തുറന്നു വരും. ഇന്ന് ഞങ്ങൾ വായിക്കുന്ന വചനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. യോഹന്നാൻ 13-ാം അധ്യായം. പിതാവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്. യോഹന്നാൻ 13:31 തൊട്ടുള്ള വാക്യങ്ങൾ. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നയിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ അതുപോലെ സ്നേഹിക്കണമെന്ന്. യേശു എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് അറിയേണ്ടത് ആവശ്യമല്ലേ? ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സഭകളിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്. എനിക്ക് വേറൊരാളെ സ്നേഹിക്കണമെങ്കിൽ അറിയേണ്ടത് ആവശ്യമാണ് യേശുവിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ അറിയേണ്ടത് യേശുവിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾക്ക് വചനം വായിക്കുന്നതിലൂടെ യേശുവിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യോഹന്നാൻ 4-ാം അധ്യായം 23-ാം വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇവിടെ യേശു ശമരിയ സ്ത്രീയോട് കിണറിന്റെ അരികിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ സ്ത്രീ അവിടെ വെള്ളം നിറയ്ക്കാൻ വരുന്നു. അവർ യേശുവിനോട് സംസാരിക്കുന്നു. അപ്പോൾ യേശു അവരുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുകയാണ്. പിന്നെ യേശു അവരോട് പറയുകയാണ്, പിതാവ് എങ്ങനെയുള്ള ആരാധകരെയാണ് നോക്കുന്നതെന്ന്. ഞാനപ്പോൾ ആ ആരാധന എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ നോക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ ആരാധന എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന്? അതിന്റെ എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചുംബിക്കുക എന്നാണ്, അല്ലെങ്കിൽ സ്നേഹം എന്നാണ്.
പ്രോസ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആരിലേക്കെങ്കിലും കൈനിയോ എന്നുള്ളതിന്റെ അർത്ഥം ചുംബിക്കുക എന്നാണ്. ഇതിന്റെ ആരാധനയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ആത്മീയത. ആത്മാവിൽ ഞാൻ എൻ്റെ ദൈവത്തെ ചുംബിക്കുകയാണ്. ആരാധനയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് യേശു അവന്റെ മണവാട്ടിയാവുന്ന സഭയിൽ അവർ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ആത്മീയത. അത് ആ സ്നേഹത്തെ കുറിച്ചുള്ള പ്രകടനമാണ് അവിടെ, എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പ്രകടനം. ആരാധനയുടെ അർത്ഥം എന്ന് പറയുന്നത് പിതാവിന് വേണ്ടിയുള്ള എൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. യേശു പറയുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്: പിതാവിനെ സ്നേഹിക്കുന്നത് നിങ്ങൾ ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. അപ്പോൾ ഒരു പുത്രന്റെ രൂപത്തിൽ സ്നേഹം എന്ന് പറയുന്നത്, നമ്മുടെ വീണ്ടും ജനനം സ്വർഗത്തിൽ നിന്നാണ് ആയിരിക്കുന്നത്. ആദം പാപം ചെയ്തു, അവൻ ആ ശരീരത്തിന്റെ അവസ്ഥയിൽ വീണു. അത് എങ്ങനെയുള്ള ഭാഗമായിരുന്നു? അന്ധകാരത്താലും മരണത്താലും നിറഞ്ഞതായിരുന്നു. അവന്റെ ഒരു കണ്ണ്, ആത്മാവിന്റെ കണ്ണ് അത് അടഞ്ഞു, മറ്റേ കണ്ണ് തുറന്നു. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്തു നിന്നുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ് സ്നേഹിക്കാൻ. പിതാവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കണ്ടതുപോലെ, ഏതെങ്കിലും മൂവിയിൽ കണ്ടതുപോലെ അങ്ങനെയല്ല നമ്മളിപ്പോൾ സ്നേഹിക്കുന്നത്. ഈ ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ഭാവനയുടെ ലോകത്തിൽ നിന്നുള്ളതാണ്. അത് മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനിടയാകും. പിന്നെ ഒരു ദൈവിക സ്നേഹമുണ്ട്. ആ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ളതാണ്. ആ സ്നേഹം അത് വളരെ വ്യത്യസ്തമാണ്. ഈ സ്നേഹം അത് ജയത്തിലേക്ക് നടത്തുന്നതാണ്. നമുക്ക് ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം ഒന്നിട്ട് നമുക്ക് വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഇതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇത് നോക്കുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത് അവൻ നിങ്ങളെക്കുറിച്ച് പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവന്റെ വാക്കുകളിൽ നിങ്ങൾ പ്രത്യാശിക്കുക. ആ സ്നേഹത്തെ നമ്മളെക്കുറിച്ച് കാണിക്കുന്ന സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുക. അവനെ നമ്മൾ ചുംബിക്കുക. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇപ്പോൾ വീണ്ടും അവിടെ ഒരു കൽപ്പന കൊടുക്കുകയാണ്, നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടി ഉത്സാഹിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ സ്നേഹത്തെ അന്വേഷിപ്പിനെന്ന്. ഞാൻ വളരെ ഉത്സാഹത്തോടെ ഈ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ വളരെ ഉത്സാഹിയാണ് ഇതറിയാൻ, ഈ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുകയാണ് ഈ സ്നേഹം അതൊരിക്കലും മാഞ്ഞു പോകുകയില്ല. ബൈബിൾ പറയുകയാണ് ഈ സ്നേഹം ഒരിക്കലും മാറിപ്പോകുകയില്ല. മാറിപ്പോവുക എന്നുള്ളതിന്റെ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം പിപ്റ്റോ എന്നാണ്. അതിന്റെ അർത്ഥം ഇതാണ്: സ്നേഹം അതൊരിക്കലും വീണു പോകുകയില്ല. ഈ സ്നേഹം അതിൽ പാപമില്ല. ഞാൻ ചിലരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, വിവാഹത്തിന് ശേഷം ഞങ്ങളുടെ സ്നേഹം അത് കുറഞ്ഞു പോയി, അത് നിന്നു പോയി എന്ന്. പക്ഷെ ബൈബിൾ എങ്ങനെയുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, അതൊരിക്കലും കുറഞ്ഞു പോകുകയില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ അധികാരത്തെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയില്ല. ലോകത്തിൽ ഭാര്യ വ്യഭിചാരം ചെയ്യും, ഭർത്താവ് വ്യഭിചാരം ചെയ്യും. പക്ഷേ ഈ സ്നേഹം ബൈബിളിൽ നമ്മൾക്ക് വായിക്കുന്നത്, ആ
സ്നേഹത്തിൽ അധികാരമുണ്ട്. ഇതിന്റെ അർത്ഥം ഇതാണ്, ഈ സ്നേഹത്തിൽ അങ്ങനെയുള്ള എന്തോ ഒന്നുണ്ട്, എപ്പോഴും നമ്മളിൽ തന്നെ ആയിരിക്കുന്നുവെന്ന്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഈ രണ്ട് രീതിയിലുള്ള സ്നേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ അവരെ ആവശ്യമാണ് അവർ ആരാധന ആത്മാവിലും സത്യത്തിലും ചെയ്യണമെന്നുള്ളത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ അവനെ സ്നേഹിക്കുക. പിന്നെ നമുക്ക് നോക്കാം യേശു എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെയാണ് അവന്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്നത്. ഇന്നത്തെ സമയത്ത് ചിലപ്പോൾ സ്നേഹത്തെ അതൊരു ക്രൂരതയായും മനസ്സിലാക്കുന്നവരുണ്ടാകാം. പക്ഷെ യേശു ഈ സ്നേഹത്തിൽ നടക്കുമ്പോൾ അവൻ പറയുകയാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത് അതൊരിക്കലും മാറുന്നതല്ല. നിങ്ങൾ അങ്ങനെയുള്ള സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾക്ക് ലഭിക്കാതെ വരുമ്പോൾ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ സ്നേഹം എന്ന് പറയുന്നത് അത് ജയമുള്ള സ്നേഹമാണ്. ആദ്യം നമ്മൾക്ക് ശരീരത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ഈ ലോകത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2:15. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അർത്ഥം ഇതാണ്, ഈ ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാവനയിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ കാണുന്നത്, ഞാൻ സ്പർശിക്കുന്നത്, ഞാൻ കേൾക്കുന്നതിലൂടെ എൻ്റെ ചുറ്റുമുള്ളതിൽ നിന്ന്, ആ ഭാവനയിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. അത് ഈ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്, അങ്ങനെ ഒരു സ്നേഹമുണ്ട്, പക്ഷെ ഇത് ദൈവത്തിൽ നിന്നുള്ള, പിതാവിൽ നിന്നുള്ളതല്ല. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അത് പിതാവിൽ നിന്നുള്ളതല്ല, അത് ലോകത്തിൽ നിന്നുള്ളതാണ്. ബൈബിൾ പറയുകയാണ് അങ്ങനെയുള്ള സ്നേഹമുണ്ട്. നിങ്ങൾ മൂവികൾ കാണുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിന്റെ ഇത് കണ്ട് നിങ്ങൾ പ്രേരിതരാവുകയാണ്. നമ്മുടെ കൂട്ടുകാരെ കാണുന്നു, അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, എത്ര അത്ഭുതകരമായിരിക്കുന്നുവെന്ന്. പക്ഷേ ബൈബിൾ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള സ്നേഹത്തിൽ ആയിത്തീരാം, പക്ഷെ അത് ലോകത്തിൽ നിന്നുള്ള സ്നേഹമാണ്. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാവനയിലൂടെ ഉള്ളതാണ്. ഇത് നമ്മളെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, മുന്നോട്ട് എഴുതിയിരിക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലോകത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ആദം പാപം ചെയ്തപ്പോൾ, അവൻ പാപത്തിൽ വീണപ്പോൾ ഒരു ശരീരത്തിന്റെ മണ്ഡലത്തിലേക്ക് അവൻ പ്രവേശിച്ചു. അതിന്റെ അർത്ഥം ഇതാണ്, അവൻ കണ്ടതിലൂടെയും അവൻ സ്പർശിച്ചതിലൂടെ അതിനനുസരിച്ച് അവൻ അതിനെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സ്നേഹമുണ്ട് ഈ ലോകത്തിൽ. പിന്നെ ഒരു സ്നേഹമുണ്ട്, അത് പിതാവിൽ നിന്ന് വരുന്നതാണ്. അത് ആത്മാവിലും സത്യത്തിലുമുള്ളതാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. മർക്കോസ് 8:27. അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്, യേശുവിനെ ക്രിസ്തുവായി പത്രോസ് സ്വീകരിക്കുന്നതാണ്. ഈ വചനത്തിലും ശരീരത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരിക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവ് എന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനെ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിലല്ല, സ്വർഗീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഇതെങ്ങനെയുള്ള സ്നേഹമാണ്? യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ക്രൂശിൽ പോകും. അപ്പോൾ പത്രോസിനൊരു വലിയ അത്ഭുതകരമായ ഒരു വെളിപ്പാട് ലഭിക്കുകയാണ്, നീ ക്രിസ്തുവാണ് എന്നുള്ളത്. പെട്ടെന്ന് യേശു ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, ഞാൻ മരിക്കും, ഞാൻ മരണത്തിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ പത്രോസ് അവനെ വിളിച്ചുകൊണ്ട് പോയി പറയുകയാണ്, വേണ്ട, ഒരിക്കലും നിന്നിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ എത്ര നല്ലതാണ്. യേശു അപ്പോൾ പത്രോസിനോട് എന്താണ് പറയുന്നത്? സാത്താനെ, എന്റെ മുന്നേ വിട്ടു പോകും, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8:00. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു.
പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇന്ന് ഹെബ്രോൻ ആരാധനയുടെ സമയത്ത് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും യേശു ക്രൂശിൽ, ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ശരീരത്തിൽ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ ലഭിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെയും നിങ്ങളുടെയും വിശുദ്ധരല്ലാത്ത ഈ ശരീരത്തിന്റെ കാര്യം അത് നേരത്തെ തന്നെ ഒരാളുടെ ശരീരത്തിൽ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ആ വ്യക്തിയിലൂടെയാണ്. നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്ത ആ വ്യക്തിയിലൂടെ, അവന്റെ നീതീകരണത്തിലൂടെയാണ് അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം 5-ാം വാക്യം മുതൽ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും, അർത്ഥം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ഈ ലോകത്തിലുള്ളത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. അതിന്റെ അർത്ഥം ഈ ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് മരണമാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അർത്ഥം എന്ന് പറയുന്നത് ഇതെനിക്ക് സമാധാനം തരുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ഈ സ്നേഹത്തെ തിരഞ്ഞാൽ ഇതെനിക്ക് സമാധാനം തരും. ഇതൊരിക്കലും മാറുകയില്ല. ഇതിൽ ജീവനുള്ളതാണ്. ഇതിൽ മരണത്തിന് ഒരു സ്ഥാനവുമില്ല. ഈ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലായിരുന്നു. എത്രയധികം ഈ സ്നേഹത്തെക്കുറിച്ചുള്ള വിത്ത് നമ്മൾക്ക് കിട്ടുമോ അത് ഈ ലോകത്തെക്കുറിച്ചുള്ളതായിരുന്നു, ലോകത്തിലെ സ്നേഹത്തെക്കുറിച്ചുള്ളതായിരുന്നു. മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. റോമർ 5-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശ ഉളവാക്കുന്നു. നമ്മൾ ആ പ്രത്യാശയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യാശയിലൂടെ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടയാകുകയില്ല. ഞാൻ വളരെയധികം അങ്ങനെയുള്ള ആൾക്കാരെ കാണാറുണ്ട്. അവർ പറയാറുണ്ട്, ഞാൻ പ്രത്യാശിച്ചു പക്ഷെ ഞാൻ ലജ്ജിച്ചു പോയി എന്ന്. ഇപ്പോൾ ഞാൻ ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ദുഃഖത്തിലാണ് എന്ന്. അതിന്റെ അർത്ഥം ഇതാണ്: അവരിപ്പോഴും ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ മണ്ഡലത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ നിരാശപ്പെട്ടു പോവുകയാണ്. അവർ കാണുന്നവർ അവരെ കുറിച്ച് പ്രവചിക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നുകയാണ് അവരോട് ദൈവം സംസാരിച്ചു എന്ന്. അത് പൂർത്തീകരിക്കാതെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളതെല്ലാം അത് വ്യത്യസ്തമായി കാണപ്പെടുന്നു. പക്ഷെ അത് എല്ലാം നമ്മെ ജീവനിലേക്ക് കൊണ്ടുപോകും. വചനം നമ്മളോട് ഇത് പറയുന്നു: ഒരിക്കലും പ്രത്യാശയോ ലജ്ജ ഉണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം ഇതാണ്: ഒരു സ്നേഹമുണ്ട്. നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ച അതേ നിമിഷം ഒരു സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? അവൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദൈവത്തിന്റെ നീതി ബോധമാണ്, നീതിമാന്മാരാണ്. അത് പിതാവിൽ നിന്നുള്ള എല്ലാ സത്യങ്ങളും നമ്മളെ കാണിച്ചു തരും. അർത്ഥം ഇതാണ്: സ്നേഹവും സത്യവും അത് എപ്പോഴും ഒരുമിച്ചാണ്. ഇത് ആവശ്യമാണ്. നിങ്ങൾ അവന്റെ സ്നേഹം അറിയണമെങ്കിൽ ആ സത്യം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ആ സത്യത്തിലാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നത്. അവൻ നമ്മുടെ ആ സ്ഥാനത്തായിരിക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ നമ്മുടെ യഥാർത്ഥ തിരിച്ചറിവിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് ഈ ലോകത്തിൽ കാണുന്ന സ്നേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. അത് ചിലപ്പോൾ അവരുടെ ഭാവനയുടെ ലോകത്തായിരിക്കും ഒരു ശരീരം മറ്റൊരു ശരീരത്തെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ വചനം വീണ്ടും ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പുത്രന്മാർ നമ്മൾ ഓരോരുത്തരെയും പരസ്പരം സ്നേഹിക്കുന്നത് നമ്മുടെ തിരിച്ചറിവിൽ നിലനിൽക്കുന്നതിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരും സത്യത്തിലാണ് സ്നേഹിക്കുന്നത്. ഈ സ്നേഹം അതൊരിക്കലും ഉതിർന്നു പോകുകയില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് അതൊരിക്കലും ഉതിർന്നു പോകുകയില്ല. നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ അത് അവരുടെ മരിച്ചിരിക്കുന്ന അവസ്ഥയിലും ജീവൻ കൊണ്ടുവരാൻ അതിന് സാമർഥ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ സത്യത്തിൽ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൽ മരണത്തിനൊരു സ്ഥാനവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നത് അത് ഭാവനയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെയോ ഉള്ളതല്ല. ഇത് സത്യത്തിൽ അധിഷ്ഠിതമായതാണ്.
ഒരു മേഖലയിൽ സ്നേഹം എന്ന് പറയുന്നത് അതൊരു അടിമയെ പോലെയാണ്. പക്ഷെ മറ്റൊരു മേഖലയിൽ അത് പുത്രനെ പോലെയാണ് സ്നേഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് അനേകം ബന്ധങ്ങളിലായിരുന്നിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ ഒരു ദാസനെ പോലെ ആയിരുന്നിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പോലുമുള്ള അധികാരം ഉണ്ടായിരുന്നില്ലായിരുന്നിരിക്കാം. പക്ഷെ ഈ മറ്റുള്ള മേഖലയിൽ നിങ്ങൾ ഒരു പുത്രനെ പോലെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു രാജാവിനെ പോലെയാണ്, ഒരു സിംഹത്തെ പോലെ. ഒരു സിംഹത്തിന്റെ കുഞ്ഞ്, നമ്മൾ സൺഷിപ്പിന്റെ മെസ്സേജിൽ കേട്ടു, ഒരു സിംഹത്തിന്റെ കുഞ്ഞ് കഴുതപ്പുലികളുടെ സ്ഥലത്ത് പോയി അത് കാണാതെ ആവുമ്പോൾ ഒരു സിംഹത്തിന്റെ സ്നേഹമാണ് അത് അവിടെ പോയി ആ അടിമത്തത്തിൽ നിന്ന് അതിനെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, പിതാവ് സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. പിതാവ് പറയുകയാണ്, നിങ്ങൾക്കെതിരെ വരുന്നത് അത് എൻ്റെ എതിരെയാണ് വരുന്നത്. നിങ്ങൾ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയാണ്. ആ സ്നേഹം ഒരു ദാസനെ പോലെയല്ല, അതൊരു പുത്രനെ പോലെയുള്ള സ്നേഹമാണ്. ഇനി നമുക്ക് നോക്കാം, യേശുവിനെ പോലെയുള്ള സ്നേഹം അതെങ്ങനെയാണ്. നമ്മൾ വചനത്തിൽ വായിച്ചു, യേശു പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു ഈ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കണമെന്നും ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. വരും നമുക്ക് നോക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സ്നേഹം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കാം. യേശുവിന്റെ സ്നേഹം അത് വിശ്രമകരമായിരുന്നു. വരും നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? പ്രസാദമുള്ള പ്രവൃത്തി. ഏത് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നുവെന്നും നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചുവെന്നും ഇത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. താഴോട്ട് നമുക്ക് വായിക്കാം, 63-ാം വാക്യം. ഇവിടെ യേശു സ്വന്തം ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പത്തെക്കുറിച്ച്, നിങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കാത്തിടത്തോളം, എൻ്റെ രക്തത്തിൽ നിന്ന് ഭക്ഷിക്കാത്തിടത്തോളം നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് പറയുന്നു. യേശു ഈ കാര്യങ്ങൾ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അനേക ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനോട് ഈ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അവർ യേശുവിനോട് പിണങ്ങിയിരുന്നു. യേശു എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. 63-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കും ആളുകൾ നമ്മുടെ ശരീരത്തിലൂടെ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണമെന്ന്. ഇത് ആവശ്യമില്ല. ഒരിക്കലും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളിലും എല്ലാ ബന്ധങ്ങളിലും നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ആത്മാവാണ്, ജീവൻ തരുന്നതാണെന്ന് വിശ്വസിക്കുന്ന നിർബന്ധമില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ പിന്നെ യേശുവിനോട് കൂടെ സഞ്ചരിച്ചില്ല. മുന്നോട്ട് എഴുതിയിരിക്കുന്നു, ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു വരുന്നു, സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നു. ശരീരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നത്, ഈ ശരീരവും ഈ രക്തവും ഞാൻ ഒഴുക്കിയത് നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കാൻ വേണ്ടിയാണ്. ചിലർ ഈ സത്യം കേട്ടിട്ട് അതിനോട് അവർക്ക് ഇഷ്ടക്കേടുണ്ടാകുന്നു. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല യേശുവിന്റെ കാര്യം കേട്ടിട്ട്. പക്ഷേ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അവന്റെ സ്നേഹം എങ്ങനെയാണെന്ന്. പക്ഷെ ഇത് അറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുക.
എന്തുകൊണ്ടെന്നാൽ ഒരു രാജാവ് അവൻ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ പോലും അത് ഒരു രാജാവിന്റെ രീതിയിലായിരിക്കും ആ ചായ കുടിക്കുന്നത്. എന്ത് കാര്യം ആ രാജാവ് ചെയ്താലും അവനൊരു രാജാവാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മർക്കോസ് 4-ാം അധ്യായം 35-ാം വാക്യം. യേശു കാറ്റിലും ഉറങ്ങുന്നു. മർക്കോസ് 4-ാം അധ്യായം 35-ാം വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഒരു വലിയ ചുഴലിക്കാറ്റായിരുന്നു. തിരമാലകൾ അടിച്ച് അതിനകത്ത് വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അവൻ അതിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവർ അവനെ ഉണർത്തി അവനോട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ദയയില്ലാത്തതാണെന്ന് നമുക്ക് തോന്നും. നിങ്ങൾക്കറിയാമോ, ഈ സ്നേഹം അതൊരു ഉത്തരവാദിത്തമില്ലാത്തതായിട്ട് തോന്നും. നോക്ക്, ഇവിടെ എൻ്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റ് വരികയാണ്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ലേ? പക്ഷെ വചനം ഇവിടെ നോക്കുക. അവനെ ഉണർത്തി അവർ അവനോട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഇതിൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾക്ക് വിശ്വാസമില്ലയോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വാസയോഗ്യനാണ് എന്നാണ്. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കൂ. യേശു അവന്റെ ശിഷ്യന്മാരോട് കൂടെ, അവന്റെ സുഹൃത്തുക്കളോട് കൂടെ പോവുകയാണ്. വലിയ കൊടുങ്കാറ്റ് അവിടെ വരികയാണ്. അവൻ അവിടെ ഉറങ്ങുകയാണ്. യേശു എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റിന്റെ നടുവിൽ ഉറങ്ങിയത്? അവൻ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതെന്നാൽ അവൻ അറിയുന്നു അവൻ ഈ കൊടുങ്കാറ്റിനേക്കാൾ വലിയവനാണ് എന്ന്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്രമിക്കാൻ നിങ്ങൾക്ക് അപ്പോഴാണ് സാധിക്കുന്നത്, നിങ്ങളൊരു പുത്രനാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ. യേശുവിനേക്കാൾ വലിയതായി ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവന്റെ പേരിന് കീഴെ മാത്രമാണ്. അതേ തിരിച്ചറിവാണ് എന്റെയും നിങ്ങളുടെയും. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ആ പേരിനോടുകൂടി ഒന്നായിരിക്കുന്നു. അതുകൊണ്ട് പുത്രന്മാർ ശാന്തന്മാരാണ്. ഈ ലോകത്തിന്റെ കൺമുൻപിൽ അവർക്ക് ദയയില്ലാത്തവർ ആയി തോന്നാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് അതൊരു സാധാരണമായിട്ടുള്ള കാര്യമല്ല. അതൊരു സാധാരണമാണ്, അത് ശരീരത്തിന്റെ തിരിച്ചറിവിലൂടെയാണ്. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല എന്ന്. ഞാൻ എൻ്റെ മമ്മിയെ വളരെയധികം സ്നേഹിക്കുന്നു. അവർ എന്നെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് അവർ ഇപ്പോൾ വിട്ടുകഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ തിരിച്ചറിവിൽ ഉണർന്നിരിക്കുന്നു. അവർ പുത്രനാണെന്നുള്ള തിരിച്ചറിവിൽ ഉണർന്നിരിക്കുന്നു. മമ്മിക്ക് അറിയാം, അവർ ചിന്തിക്കുന്നത് അത് അവരുടെ അവിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ദയ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ആത്മാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ ആരാണെന്നുള്ളതിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ പഴയ ഒരു കാര്യമാണ്. മമ്മി വിശ്വാസത്തിലല്ലായിരുന്നു. അപ്പോൾ എന്നെ ഒരാൾ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിക്ക് ബ്ലഡ് പ്രഷറിന്റെ അസുഖമുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നും ഒരു മെഷീൻ ഉപയോഗിച്ച്, ഒരു പമ്പ് വെച്ച് മമ്മിയുടെ ബ്ലഡ് പ്രഷർ നോക്കുമായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പോകുന്ന സമയത്ത് എൻ്റെ മമ്മി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്ലഡ് പ്രഷർ അത് വളരെ കൂടിയിരിക്കുകയാണ്, അത് 104, 102 ഒക്കെ ആയിരിക്കുകയാണ്, നീ ആ മീറ്റിങ്ങിന് പോവുകയാണെന്ന് നിനക്കറിയാമോ? ഞാനിത് കേട്ടപ്പോൾ, ഞാൻ ഈ കേട്ടതിന് ശേഷവും ഞാൻ മീറ്റിങ്ങിന് വേണ്ടി പോയി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിൽ പോകുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ അമ്മയുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആകുമെന്ന്. അപ്പോൾ എൻ്റെ സഹോദരൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഉത്തരവാദിത്തമില്ലാത്തൊരു മകളാണ് നീ എന്ന്. നീ ഇപ്പോൾ വീട്ടിലുണ്ടാവേണ്ടതാണ് നിന്റെ മമ്മിയുടെ കൂടെ, നിന്റെ മമ്മിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. പക്ഷെ നീ ഇപ്പോൾ മീറ്റിങ്ങിന് പോവുകയാണ്. എന്നിട്ടും ഞാൻ പോയി. ആ സമയത്ത് ഞാൻ വളരെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു മകളായിട്ട് എന്നെ കാണാൻ സാധിക്കും. അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അമ്മയെ ഫോൺ വിളിച്ച് ചോദിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ നിങ്ങൾ യേശുവിനോട് ചോദിക്കാൻ ഞാൻ അവരോട് പറയും. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ഞാനൊരു പുത്രനാണ് എന്നുള്ളത്. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് അത് ജഡരക്തങ്ങളോടുള്ളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മൾ ഒരു പുത്രനായതുകൊണ്ട്,
നമ്മുടെ വിശ്രമ സ്ഥലത്ത് തന്നെ അത് നമ്മളെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. എത്രയധികം നിങ്ങൾ സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുന്നുവോ അത് ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ വിപരീതമായിരിക്കും. ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ വളരെ ചിന്തിക്കേണ്ട, ഭാരപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ സ്നേഹിക്കുന്നില്ല. അത് ലോകത്തിൽ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കുള്ളതെല്ലാം അത് പിതാവിൻ്റെതാണ്. ഇവിടെ യേശുവിന്റെ സ്നേഹം എഴുതിയിരിക്കുകയാണ്. ഈ കൊടുങ്കാറ്റിൽ ശിഷ്യന്മാർ അവരൊക്കെ അലച്ചു ചോദിക്കുകയാണ്, നീ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഉത്തരവാദിത്തമില്ലായ്മ, ദയയില്ലാത്ത കാര്യമാണ് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം. ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. അവൻ യേശുവിന് മുമ്പ് അയക്കപ്പെട്ടവനായിരുന്നു, യേശുവിന് വേണ്ടി ഒരു വഴി ഒരുക്കുവാൻ വേണ്ടി. ഈ അധ്യായത്തിൽ നമുക്ക് യോഹന്നാൻ സ്നാപകന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ യേശുവിന് അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന്? പക്ഷെ യേശു എന്താണ് ചെയ്യുന്നത്? നമുക്ക് വായിക്കാം. മത്തായി 14:1 മുതൽ. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നതെന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്ന വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിടിച്ചു തടവിലാക്കിയിരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം യോഹന്നാൻ സ്നാപകന്റെ മരണത്തെക്കുറിച്ച്. 13-ാം വാക്യം മുതൽ. അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും യേശു എങ്ങനെയാണ് 5000 പുരുഷാരത്തിന് ഭക്ഷണം നൽകിയതെന്ന്. ഇവിടെ യേശു ഒരാളുടെ മരണത്തെക്കുറിച്ച് കേട്ടു, യോഹന്നാൻ സ്നാപകന്റെ. യേശുവിന് മുൻപ് അവൻ അയക്കപ്പെട്ടവനായിരുന്നു, അവന് വേണ്ടി വഴിയൊരുക്കുവാൻ. രണ്ടുപേരും ഒരുമിച്ച് 2 ഗർഭപാത്രത്തിലായിരുന്നു, ഒരാൾ മറിയത്തിന്റെയും ഒരാൾ എലിസബത്തിന്റെയും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, യേശു എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകന്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാനും എൻ്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോയില്ല, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ പോകാറില്ല, ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാറില്ല. ഞാൻ പറയാറുണ്ട്, ഞാൻ ആ സമയം ആഘോഷിക്കാറില്ല, ഞാൻ ജീവന്റെ ഉത്സവത്തിനെയാണ് ആഘോഷിക്കുന്നത്. എനിക്കറിയാം അവരുടെ ശരീരം മാത്രമാണ് മരിച്ചത്, അവരുടെ ആത്മാവ് ഇപ്പോഴും ജീവനിലാണ് എന്ന്. യേശുവും യോഹന്നാൻ സ്നാപകന്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതിന്റെ പുറകെ പോയില്ല. അവൻ അവന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി, അവൻ രോഗികളെ സൗഖ്യമാക്കി. നിങ്ങൾക്കിത് ദയയില്ലാത്തതായി തോന്നുന്നില്ലേ? അവന്റെ മിത്രമായിരുന്നു അവൻ. പക്ഷെ യേശു പോകുന്നത് വലിയ പുരുഷാരത്തിന്റെ പുറകെ പോയി അവരെ സൗഖ്യമാക്കുകയാണ്. പക്ഷെ അവനിവിടെ സ്നേഹിക്കുകയാണ് അവന്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ അറിയുന്നു സ്വയം പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. ബൈബിളിൽ മരണത്തെ ശത്രുവായിട്ടാണ് പറയുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായം ലാസറിന്റെ മരണത്തെക്കുറിച്ച്. ഞാനും നിങ്ങളും സ്നേഹത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളും സത്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. യേശു ഈ കാര്യം കേട്ടപ്പോൾ അവൻ അവരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇത് കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, പിന്നെയും 2 ദിവസം കൂടെ അവിടെ പാർത്തു എന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമില്ലാത്തതായിട്ട് തോന്നാം. പക്ഷേ ഇത് സത്യമാണ്, ഞാൻ സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളത്. ഞാൻ സത്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ ഈ ലോകത്തിന് അത് ഉത്തരവാദിത്തമില്ലാത്തതായിട്ട് തോന്നാം, അത് ദയയില്ലാത്തതായിട്ട് തോന്നാം. പക്ഷെ ഞാൻ സത്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് സ്നേഹിക്കുന്നത്. അത് ദയയില്ലാത്തതായിട്ട് തോന്നാം, പക്ഷെ അത് ജീവനെ കൊണ്ടുവരുന്നതാണ്. 5 മിനിറ്റിനകത്ത് തന്നെ അവരുടെ BP നോർമൽ ആകുവാനിടയായി തീർന്നു.
മറ്റൊരു സ്നേഹം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ജയമുള്ള സ്നേഹം വേണോ? ബൈബിൾ ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ ഈ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തിന് പുറകെ നിങ്ങൾ പോവുക. ആ സ്നേഹം ഒരിക്കലും മുതിർന്നു പോകുകയില്ല. അതിന്റെ അർത്ഥം ഇതാണ്: ആ സ്നേഹത്തിൽ മരണമില്ല, അതിൽ ജീവനാണുള്ളത്. നല്ലതായിരിക്കും ഞാൻ ആളുകൾ എന്നോട് പിണങ്ങിയാലും എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വിട്ടിട്ട് പോയാലും. യേശുവിന്റെ പുറകെ വലിയ ഒരു പുരുഷാരം ഉണ്ടായിരുന്നു, അവർ പിന്നെ വിട്ടിട്ട് പോയി. പക്ഷെ ഞാൻ ഈ സ്നേഹം നിങ്ങളെ പറയുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ സ്നേഹം അത് ജയമുള്ളതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു പുത്രന്റെ അടുത്ത് ഉള്ളതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു പുത്രന് പൈതൃകമായിട്ടുള്ളതാണ്. മുന്നോട്ട് വചനത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവൻ 2 ദിവസം അവിടെ നിന്നത് എന്ന്. അവൻ അവിടെ വരുമ്പോൾ അവൻ കാണുകയാണ് അവിടെ എല്ലാവരും കരയുകയാണ്. എന്തുകൊണ്ടാണ് പിണക്കം? അവർ ഇതുവരെ യേശുവിനെ അവന്റെ പുനരുത്ഥാന ജീവനിൽ അവർ കണ്ടിട്ടില്ല. വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 4 ദിവസത്തിനു ശേഷം അവൻ ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എല്ലാവരോടും ഇഷ്ടക്കേടിലായിരുന്നു, ദേഷ്യത്തിലായിരുന്നു. ഒരു സമയത്ത് അവൻ കരഞ്ഞുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ സംബന്ധിച്ച് അത് ദയയില്ലാത്തതായും അവർക്ക് അത് എന്താണ് ചെയ്യുന്നതെന്ന് തോന്നാം. ഒരാളുടെ മരണം നടന്നു, ഇവരെ നോക്കൂ, എന്താണ് ചെയ്യുന്നതെന്ന് തോന്നാം. ശിഷ്യന്മാർക്ക് തോന്നി ചിലപ്പോൾ ഇവനും ഇവരോട് കൂടെ കരയുമെന്ന്. പക്ഷെ യേശു കാണുമ്പോൾ ദയയില്ലാത്തതായി തോന്നാം, പക്ഷെ അവൻ സ്നേഹിക്കുന്നു ആ സത്യത്തിൽ നിന്നുകൊണ്ട്. അവർക്കറിയാമായിരുന്നു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അവിടെ വരുമ്പോൾ അവൻ പറയുന്നത്, പിതാവിനോട് പറയുകയാണ്, പിതാവേ നന്ദി, എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിയുന്നു നീ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുവെന്ന്. അതാണ് എന്റെയും നിങ്ങളുടെയും സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന്. ആ പുരുഷാരവും ചിലപ്പോൾ യേശുവിനെ കണ്ട് അവർക്ക് തോന്നുന്നുണ്ടാവാം, ഇവൻ എന്ത് ചോദിച്ചാലും ഇവന് എപ്പോഴും ദൈവം കൊടുക്കുന്നുവല്ലോ എന്ന്. ദൈവത്തോട് കൂടെ ഇവനൊരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് അവർക്ക് ചിന്തിച്ചിരിക്കാം. ആ ബന്ധം എങ്ങനെയുള്ളതായിരുന്നു? അവൻ ഒരിക്കലും പിതാവും അവനുമായി രണ്ടായി കണ്ടിരുന്നില്ല. യേശു ആ സ്ഥാനത്ത് വന്നിട്ട് അവൻ ആ സത്യത്തിൽ നിന്നുകൊണ്ട് അവനെ സ്നേഹിച്ചു. ഇവിടെ മരിച്ച ലാസർ ജീവനിലേക്ക് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. യേശു മറ്റുള്ളവരെ പോലെ ആകാമായിരുന്നില്ലേ? മറ്റുള്ളവരെ പോലെ പോയി സഹാനുഭൂതി പറയുക, പക്ഷേ അവിടെ ജീവൻ ഉണ്ടാകുകയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ പാസ്റ്ററും എനിക്ക് ഒരു സഹാനുഭൂതി പറഞ്ഞു. എൻ്റെ പിതാവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം എൻ്റെ അമ്മയ്ക്കും ക്യാൻസർ പറഞ്ഞപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ സത്യത്തിൽ, എൻ്റെ തിരിച്ചറിവിൽ ഞാൻ ഉറപ്പുള്ളവളായിരുന്നു. ഞാൻ കുറച്ച് സമയത്തേക്ക് കരഞ്ഞു, പക്ഷേ ഞാൻ എൻ്റെ കണ്ണുനീർ തുടച്ച് ഞാൻ തന്നെത്താൻ എന്നെ ഓർമ്മപ്പെടുത്തി, നീ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. ഞാൻ അമ്മയെ ഓർമ്മപ്പെടുത്തി, നിങ്ങളും ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഒരു വാഗ്ദത്തം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 91-ാം സങ്കീർത്തനം. ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഈ സ്നേഹത്തെ ലോകം ഇത് ഉത്തരവാദിത്തമില്ലാത്തതും ദയയില്ലാത്തതുമാണെന്ന് ചിലപ്പോൾ കാണാം. പക്ഷേ നിങ്ങൾ ആ സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുന്നത് വളരെ ആവശ്യമാണ്. ഈ സ്നേഹത്തിൽ മാത്രമേ ജീവൻ ഉണ്ടാകൂ. നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് യേശുവിന്റെ രീതികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യേശു എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന്. ലാസർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാനിടയായി. ഈ വചനം സത്യമായില്ലേ? അവിടെ ഈ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുകയില്ല, ഇതൊരിക്കലും വീണു പോകുകയില്ല. ഈ സ്നേഹത്തിൽ ജീവനുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിന്റെ സ്നേഹമാണ് ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ എങ്ങനെയുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ബിലവഡിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു സാക്ഷ്യമുണ്ട്. മാധുരിയുടെ അവളുടെ പിതാവ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അവളുടെ ഹണിമൂണിലായിരുന്നു. അവൾക്ക് ആ വാർത്ത വന്നു, നിന്റെ പിതാവിന് ജീവിച്ചിരിക്കുന്നില്ല എന്ന്. അവൾ ആ വാർത്ത കേട്ടപ്പോൾ അവൾ നിരാശപ്പെട്ടില്ല. അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ പിതാവ് മരിച്ചുപോയി എന്ന് അറിഞ്ഞ് 45 മിനിറ്റിന് ശേഷം വീണ്ടും കോൾ വരികയാണ്, പറയുകയാണ്, നിന്റെ പിതാവ് വീണ്ടും ജീവിച്ചിരിക്കുന്നുവെന്ന്. എന്തുകൊണ്ടെന്നാൽ ആ മകൾ സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടായിരുന്നു. അവർ പിന്നെ പോയി പിതാവിനെ കണ്ടു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അദ്ദേഹം കർത്താവിന്റെ അടുത്തേക്ക് പോയി. ഞാൻ എൻ്റെ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്.
ഈ ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിലൂടെയുള്ളതാണ്. അത് അനേകം ഭാവനകളിലൂടെയുള്ളതാണ്. നിങ്ങൾ രോഗിയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗരം സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരും. പക്ഷെ രാജ്യത്തിലെ സ്നേഹം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. ബിലവഡിന്റെ ഒരു സാക്ഷ്യമുണ്ട്. നമ്മുടെ ടെക് ടീമില് അങ്ങ് നമ്മുടെ കയ്യിൽ അടുത്ത് വേറെ അങ്ങനെ ഖാസ് ഇതായിട്ടുള്ള ഒരു വ്യക്തിയില്ലായിരുന്നു. ബിലവഡിലെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ടെക് ടീമില് ഒരു പ്രത്യേകമായ ഒരു വ്യക്തിയില്ല. നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവും. ഈ ഒരു പ്ലാൻ ഇല്ല, ഇന്നവരായിരിക്കും എന്നൊരു പ്ലാൻ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരാധനയിലും. ആ ആൾ വന്നില്ല എങ്കിൽ നമുക്ക് അറിയത്തില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ടെക് ടീമിലുള്ള ഹീറിൽ ഒരു ദിവസം മെസ്സേജ് ചെയ്ത് പറഞ്ഞു എനിക്ക് വരാൻ പറ്റുകയില്ല എന്ന്. ഞാൻ ശീതളിനെ രാവിലെ ഫോൺ വിളിച്ചു. അവർ ചോദിച്ചു എന്താണ് ബിലവഡ്, നിങ്ങൾക്ക് നിങ്ങൾ രോഗിയാണ് എന്ന് പറയാനുള്ള അനുമതിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങളുടെ സ്വഭാവത്തിലേ ഇല്ല. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇത് എനിക്ക് വേണ്ടി ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളാണ്. ശീതൾ ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇന്ന് എൻ്റെ ശരീരം വേദനിക്കുകയാണ്, എനിക്ക് സുഖമില്ലാത്തതായി തോന്നുന്നു. ഞാൻ അവളെ ഉത്സാഹിപ്പിച്ചു, നിങ്ങൾ ഏറ്റു പറയുക പുനരുത്ഥാനവും ജീവനും അത് എന്നിലുണ്ട് എന്നും എൻ്റെ ശരീരത്തിന് ജീവൻ അത് കൊടുക്കുന്നുവെന്നും പറയാൻ പറഞ്ഞു. ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ പുറത്തേക്ക് പോവുകയായിരുന്നു. ഞാൻ ശീതളിന്റെ വീട്ടിൽ പോയി അവൾക്ക് വേണ്ടി ഗരം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവളെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അവളെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ കുറച്ച് എണ്ണ എടുത്ത് അവളുടെ വീട്ടിൽ പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വേണ്ടി ടെക് ടീമിൽ ആരുമില്ലായിരുന്നു. ഞങ്ങൾ കണ്ടു, അവളുടെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യമായി. അവൾ അടുത്ത ദിവസം അവൾ ടെക് ടീമിൽ വരുവാനിടയായി. തന്നെത്താൻ വളരെ ആരോഗ്യമുള്ളവരായി കാണുവാനിടയായി. ഞാൻ അവളുടെ അടുത്ത് ഒരു ചൂടുള്ള ചായയോ സൂപ്പോ കൊണ്ടല്ല പോയത്. എന്തുകൊണ്ടെന്നാൽ അത് കാണാൻ നല്ലതായിരിക്കാം, പക്ഷെ അത് ശാരീരികമായിട്ടുള്ള ലോകത്തു നിന്നുള്ളതാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മർക്കോസ് 8-ാം അധ്യായം. നമ്മൾ പഠിക്കുകയാണ് യേശുവിന്റെ സ്നേഹം അതെങ്ങനെയുള്ളതാണ് എന്ന്. അത് ചിലപ്പോൾ ഈ ലോകത്തിലുള്ള ആളുകൾക്ക് ദയയില്ലാത്തതായി തോന്നാം. പക്ഷേ യേശുവിന്റെ സ്നേഹം, അവൻ സത്യത്തിൽ നിന്നുകൊണ്ടാണ് സ്നേഹിച്ചത്. ആ സത്യത്തിന്റെ തിരിച്ചറിവിലാണ് അവൻ സഞ്ചരിച്ചത്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സത്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിച്ചാൽ ആ സ്നേഹം ഈ ലോകത്തിന് ദയയില്ലാത്തതായി തോന്നാം, നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്തതായി തോന്നാം. പക്ഷേ എപ്പോഴും ഓർമ്മ വയ്ക്കുക, ആ സ്നേഹം ഒരിക്കലും മാറിപ്പോകുകയില്ല. മർക്കോസ് 8-ാം അധ്യായം. യേശു 4000 ആളുകളെ കഴിപ്പിക്കുന്നതിന് മുമ്പ് അവൻ 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കഴിപ്പിച്ചിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, നിങ്ങൾ യേശുവിനെ നോക്കുകയാണെങ്കിൽ അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. നമ്മൾ അവന്റെ കരുണയും ദയയും കുറിച്ച് നമ്മൾ പഠിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു എങ്ങനെയാണ് ഒരു വിധവാ സ്ത്രീക്ക് ഒരേ ഒരു പുത്രനുണ്ടായിരുന്ന ആ മകൻ മരിച്ചു പോയപ്പോൾ വചനം പറയുന്നു അവരിൽ കരുണയും ദയയും തോന്നിയെന്ന്. അവൻ ആ ഏകജാതനെ ഉയർപ്പിച്ചു. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, 2 അന്ധരായിട്ടുള്ള വ്യക്തികൾ അവർ ഉറക്കെ യേശുവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് വിളിച്ചു ഉറക്കെ നിലവിളിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവരോട് മിണ്ടാതിരിക്കാൻ അവരെ ശാസിച്ചു. അപ്പോൾ യേശു അവരെ നോക്കി അവിടെ നിന്ന് വചനം പറയുന്നു അവരുടെ മേളിൽ അവന്റെ കരുണ തോന്നിയെന്ന്. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ, അവന്റെ സുഹൃത്തുക്കളോട് കൂടെ ആയിരുന്നപ്പോൾ എപ്പോഴും അവരോടൊപ്പം ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അവൻ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. ആ സത്യത്തിൽ നിങ്ങൾ അറിയുക നിങ്ങളുടെ തിരിച്ചറിവ് എന്താണെന്ന്. ആ സത്യത്തെ പിടിച്ചുകൊണ്ട് നിങ്ങളും അതുപോലെ മുന്നോട്ട് പോകണമെന്ന്. ഇനി തൊട്ട് വചനം കേൾക്കുന്നവർ മാത്രമല്ല അതനുസരിക്കുന്നവരുമായി നമ്മൾ ആയിത്തീരണം. 11-ാം വാക്യം മുതൽ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നോ അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 14-ാം വാക്യം. അവർ അപ്പം കൊണ്ടുവരാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായ്കയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ?
നമ്മൾ വചനം വായിക്കുമ്പോൾ യേശു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സാധാരണമായ രീതിയിലല്ല പറയുന്നത്. പറയുകയാണ് അവരെ ഓർമ്മപ്പെടുത്താനായിട്ട്, ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ, നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ, കണ്ണുണ്ടായിട്ട് കാണുന്നില്ലയോ, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ. മുന്നോട്ട് നമ്മൾ വായിക്കുകയാണ്, യേശു അവരോട് പറയുകയാണ്, 5000 പേരെ കഴിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു എന്ന് ചോദിക്കുകയാണ്. അവർ പറയുകയാണ് 12. പിന്നെ ചോദിക്കുകയാണ് 4000 പേരെ കഴിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു എന്ന്. അപ്പൊ അവർ പറയുകയാണ് 7. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം. യേശു മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്നു. യേശു മനുഷ്യന്റെ ഹൃദയങ്ങളെ അറിയുന്നു. പെരുസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഇവിടെ വചനത്തിൽ പറയുന്നു, യേശു തന്നെത്താൻ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ അവൻ അറിഞ്ഞിരുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്ന്. ഇവർ ഇന്ന് എന്നെ പൊക്കിയെടുക്കുന്നവർ നാളെ ഇവർ എന്നെ വീഴ്ത്തുമെന്ന്. ഒരിക്കലും ആളുകളിലും അവരുടെ ഭാവനയുടെ ലോകത്തിലും അവൻ വന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഈ ലോകത്തിലാണ് ഇത് കാണപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ സത്യത്തിൽ നിന്നുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അവന്റെ ആഗ്രഹം ഇതാണ്, നമ്മൾ പരസ്പരം സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കണം. അത് ഈ ലോകത്തിന്റെ രീതിയിലല്ല. യോഹന്നാൻ 17-ാം അധ്യായം. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങാൻ അനുവദിക്കുക. ഈ വചനത്തിൽ ശക്തിയുണ്ട്. അത് എല്ലാ മരണത്തിന്റെ അവസ്ഥകളിലും ജീവൻ കൊണ്ടുവരും. ഈ സ്നേഹം അത് ഒരിക്കലും മരിക്കുന്ന സ്നേഹമല്ല. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ദയയില്ലാത്തതാണെന്ന്. പക്ഷെ ഈ സ്നേഹം അത് ജീവൻ കൊടുക്കുന്നതാണ്. യോഹന്നാൻ 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ സത്യം കാണിക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ വായ അടച്ചു വെക്കാതിരിക്കുക. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. യേശു ഇവിടെ ഈ ലോകത്തിന്റെ സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷെ അവൻ ഈശ്വരീയ സ്നേഹത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ 2 വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്കത് കേൾക്കുമ്പോൾ വളരെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന കാര്യം പറയുമായിരുന്നു. പക്ഷെ മറ്റൊരു വ്യക്തി ഇങ്ങനെയായിരുന്നു, സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ആ വ്യക്തിയെ, സത്യം പറയുന്ന വ്യക്തിയെ ഞാൻ വിട്ടുകളഞ്ഞു. മറ്റേ വ്യക്തിയുമായി ഞാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. 2 വർഷത്തിന് ശേഷം ഞാൻ എന്നെ തന്നെ ആ പഴയ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ആ 2ാമത്തെ വ്യക്തി, ആ സത്യത്തിലായിരുന്ന വ്യക്തി ഇപ്പോഴും സ്ഥിരമായി അതേ അവസ്ഥയിൽ നിലനിൽക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്നേഹമാണ് വേണ്ടത്? ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതത്തിൽ 8-9 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറുക്കൻ വന്നു. അവൻ വളരെ കരഞ്ഞ് അവന്റെ ഭാവനയുടെ ലോകത്തിൽ അവൻ എന്നിലേക്ക് അവന്റെ സ്നേഹം മുഴുവൻ കാണിക്കുമായിരുന്നു. കരഞ്ഞുകൊണ്ട്, നിന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. എല്ലാ കാര്യങ്ങളിലും അവൻ ഭയങ്കര ഭാവനയിൽ നിറഞ്ഞു കൊണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളോട് ഒരാൾ കരഞ്ഞ് നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. ആ സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു സ്നേഹത്തെക്കുറിച്ച്. ഞാൻ കണ്ടു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കണ്ടു, ആ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിലുള്ളത്, അതൊരിക്കലും മാറിപ്പോകുകയില്ല. 72 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയുടെ സ്നേഹം, അവന്റെ സ്വഭാവം അവൻ ഒരു ഓന്തിൻ്റെത് പോലെ മാറ്റി.
ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ രീതിക്ക് അനുസരിച്ചല്ല സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കാണുന്നതെല്ലാം അത് ഭാവനയിൽ നിന്നും ശരീരത്തിൽ നിന്നും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതെല്ലാം മരണത്തിലേക്കുള്ളതാണ്. നിങ്ങൾ അറിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്നേഹം അത് ഈ ശരീരത്തിലുള്ളതാണ്, അത് ആത്മാവിൽ ഉള്ളതാണോ എന്ന്. അവൻ ഒരിക്കലും നിങ്ങളെ ഒരു ആക്സിഡന്റിൽ കൊണ്ടിടുകയില്ല. എന്നിട്ട് പറയത്തില്ല, ഞാനിത് നിങ്ങൾക്ക് തന്നതാണ്, ഇതിലൂടെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയെന്ന്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ലല്ലോ. പക്ഷെ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ദൈവത്തെക്കാൾ മഹത്വമുള്ളവരാണ് എന്ന്. ദൈവം ശിക്ഷിക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നു. 7-ാം വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാർ അത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. സ്നേഹം അത് ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. അത് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ളതാണ്. അത് വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ആ സ്നേഹത്തിൽ സമാധാനമുണ്ട്. അത് നീതിയുടെ ഫലമാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത് ജയമുള്ളതാണ്, അത് ദീർഘക്ഷമയുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ മമ്മിയെ രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, നിങ്ങളൊരു കുടുംബത്തിലാവുമ്പോൾ ചിലർ അവരുടെ വാ തുറക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആരോടും സമ്മതിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം അറിയുക, നിങ്ങളൊരു പുത്രനാണ്. നിങ്ങളൊരു ആടിനെ പോലെയല്ല, ഒരു സിംഹത്തെ പോലെയാണ്. സിംഹം ഗർജിക്കും, എന്തുകൊണ്ടെന്നാൽ അവനൊരു രാജാവാണ്. ഞാൻ എത്രയധികം വചനം ഞാൻ അവരുടെ ജീവിതത്തിൽ പറഞ്ഞു. ഞാൻ ദോഷം പറയുന്ന വചനമല്ല, നമ്മുടെ 10 നിയമത്തിൽ ആ നിയമങ്ങളെ കുറിച്ചല്ല. എന്തെങ്കിലും അവരങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരുടെ മുകളിൽ ഞാൻ ഉറക്കെ പറയുമായിരുന്നു, നിങ്ങൾ അറിയുന്നില്ല, പിതാവ് നിങ്ങളെ അധികം സ്നേഹിക്കുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും മമ്മിയും ഞാനും ഈ കാര്യത്തിൽ പരസ്പരം സമാധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വായെ സത്യത്തിന് വേണ്ടി തുറന്നിരുന്നു. സ്നേഹം പറയും, അത് സത്യമാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു സംവാദം കൊണ്ടുവരാം, അതൊരു സാധാരണമായ കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആ സ്നേഹത്തിൽ നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നും പറയുന്നില്ല എങ്കിൽ, നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ, അനക്കരുത്, അവരെ ഉണർത്തരുത്. ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഉണർത്തുന്നുണ്ട്, നിങ്ങളെ അനക്കുന്നുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടെന്നാൽ അത് അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. സ്നേഹം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിതാവിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നതാണ്. നമുക്ക് വായിക്കാം. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം. അത് നിങ്ങളുടെ PDF ഇല്ല, നിങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ്. ഈ വചനം നമുക്ക് വായിക്കാം. അതിനുശേഷം വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാം വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അർത്ഥം സത്യവും വചനവും, അതിലൂടെയാണ് നമ്മൾ അവനിലാണോ എന്നറിയുന്നത്. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. യേശു എങ്ങനെ നടന്നു അതുപോലെയാണ് ഞാൻ നടക്കുന്നത്. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടക്കുന്ന പോലെ നടക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. സത്യത്തിലുള്ള സ്നേഹത്തിൽ വെളിച്ചമുണ്ട്, മറ്റതിൽ ഇരുട്ടാകുന്നു. ഇതിന്റെ അർത്ഥം നമ്മൾ സത്യത്തിൽ നിന്നുകൊണ്ടാണ് പരസ്പരം സ്നേഹിക്കുന്നത്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നത് ആ വെളിച്ചത്തിൽ, ആ സത്യത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ച് നമ്മൾ ആരാണെന്ന്. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പയക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണു കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം.
ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുള്ളതുമാകൊണ്ടത്രേ. നിങ്ങൾക്ക് എല്ലാവർക്കും കയീന്റെയും ഹാബേലിന്റെയും കഥ അറിയാം. ഹാബേൽ എങ്ങനെയുള്ള ഒരു യാഗമായിരുന്നു ദൈവത്തിന് അർപ്പിച്ചത്? അവനൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു, ഒരു രക്തം അത് ദൈവത്തിന് അർപ്പിച്ചു. കയീൻ എന്താണ് കൊണ്ടുവന്നത്? അവന്റെ കൃഷിയിൽ നിന്ന് അവന് കിട്ടിയ ലാഭത്തിൽ നിന്ന് അവൻ കൊണ്ടുവന്നു. വചനത്തിന് എഴുതിയിരിക്കുന്നു, അവൻ കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. രക്തത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ. പിന്നെ നമുക്കറിയാം, കയീൻ അവന്റെ സഹോദരനെ കൊല്ലുവാൻ ഇടയാകുന്നു. ദൈവം കയീന്റെ പ്രവൃത്തിയെ പാപമായും ഹാബേലിൻ്റെത് നീതിയായും എണ്ണുവാനിടയായി. ഹാബേലിലൂടെ അർപ്പിച്ച യാഗം എന്ന് പറയുന്നത് അത് യേശുവിന്റെ യാഗത്തിന്റെ ഒരു അടയാളമായിരുന്നു. ഞാൻ ഇതിലൂടെ സന്തോഷിക്കുന്നു എന്ന് ദൈവം പറയുന്നു. ഇവിടെ ആ സ്നേഹം അത് സത്യത്തിലൂടെയാണ് കാണിക്കുന്നത്. സ്നേഹിക്കേണ്ടത് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയമായിട്ടുള്ള സ്നേഹം ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണുന്നതോ നമ്മൾ ചിന്തിക്കുന്നതും അവിശ്വാസത്തിൽ നിന്നും ചിലപ്പോൾ ഇതാണ് സ്നേഹമെന്ന് നമുക്ക് തോന്നുന്നതല്ല. ഞാനും നിങ്ങൾ ഇപ്പോൾ ആ സ്നേഹത്തിലല്ല, നമ്മൾ സ്വർഗീയ സ്നേഹത്തിലാണ്, ആ സത്യത്തിന്റെ സ്നേഹത്തിൽ, ജീവൻ കൊണ്ടുവരുന്ന സ്നേഹത്തിൽ. പക്ഷെ ഈ ലോകത്തിന്റെ സ്നേഹം അത് മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 18 കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. വചനം പറയുകയാണ്, നിങ്ങൾ സത്യത്തിലൂടെ സ്നേഹിക്കുക. നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾ ആരാണെന്നുള്ളതിൽ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളെ എനിക്ക് വേണം. അല്ലാതെ എന്നെ വന്ന് സാരമില്ല അങ്ങനെ സംഭവിച്ചെന്ന് പറയുന്ന ആളുകളെ അല്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 7-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഇവിടെ വീണ്ടും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഉണരേണ്ടതിനെ കുറിച്ച്, നമ്മൾ അറിവ് ലഭിക്കേണ്ടതിനെ കുറിച്ച്. നമ്മളിപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ സത്യത്തിലാണ്, ജീവനിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 17-ാം വാക്യം. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള ഭയമില്ല. ലോകത്തിൽ ഭയമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. മുന്നോട്ട് 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. മുന്നോട്ട് 6-ാം അധ്യായം നമുക്ക് വായിക്കാം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുക. ഞാനും നിങ്ങളും പരസ്പരം ശരീരത്തിൽ നിന്നുകൊണ്ടല്ല സ്നേഹിക്കുന്നത്, ആ ഏകതയിൽ നിന്നുകൊണ്ട്, സത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അറിയുക നമ്മൾ ആരാണെന്നും നമ്മുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെല്ലാം പൂർത്തിയാകാൻ തുടങ്ങും. ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ ആ സ്നേഹം മമ്മിയെ കാണിച്ചോ അത് നിങ്ങൾക്ക് ദയയില്ലാത്തതായി തോന്നാം, പക്ഷെ അത് സത്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ഞാൻ എത്രയധികം അമ്മയ്ക്ക് വേണ്ടി വിശ്രമത്തിലായിരിക്കുന്നു, അത്രയധികം സ്വർഗീയ ആരോഗ്യത്തിൽ എൻ്റെ അമ്മ ഇരിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കും. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. 8-ാം വാക്യം. ആത്മാവ്, ജലം, സ്നാനത്തിലൂടെ രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. നിങ്ങൾ വിശ്വസിക്കുക, പിതാവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്.
ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാഴികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. അതിന്റെ അർത്ഥം, നിങ്ങൾ യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ അവന്റെ സാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണ്, പിതാവേ, അങ്ങ് സത്യമാണ് പറയുന്നത്. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ദൈവം ഈ ദൈവപുത്രനെ കുറിച്ചുള്ള ഏത് സാക്ഷ്യമാണ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ ദൈവത്തിൽ എങ്ങനെയാണ് കാണിക്കാൻ സാധിക്കുന്നത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൻ പറഞ്ഞതിൽ. അവൻ ഒരു അസത്യവാദിയല്ല. നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് ആണ് ഇത്. ഏറ്റവും വലിയ ആദരവ് നിങ്ങൾക്ക് പിതാവിന് കൊടുക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക, പിതാവും നിങ്ങളും ഒന്നാണെന്നുള്ളതിൽ. നിങ്ങൾ തന്നെത്താൻ ആ ഏകതയിൽ കാണാൻ തുടങ്ങുക. നിങ്ങൾ നിങ്ങളെ തന്നെ ആ ഏകതയിൽ കാണാൻ തുടങ്ങുക. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോടും ഈ ഏകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്തുക, എൻ്റെ പിതാവ് അവൻ നിങ്ങളുടെയും പിതാവാണ്. അവൻ ഒരിക്കലും നിങ്ങളെ വിശന്നോ പട്ടിണിയിലോ ദാരിദ്ര്യത്തിലോ ഇടാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടാതിരിക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ എല്ലാ ചിന്തകളും അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അത് ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. അത് മരണത്തിലേക്കാണ് പോകുന്നത്. മറ്റേ മണ്ഡലത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നിങ്ങളെ ജീവനിലേക്ക് അത് കൊണ്ടുപോകുന്നു. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഇതിന്റെ അർത്ഥം ഇതാണ്: എത്രയധികം സഭകളുണ്ടോ അതിലുള്ള അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും അവർക്കെല്ലാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, അവർ ഈ സത്യം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ മരണത്തിന്റെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. ഇതിന്റെ അർത്ഥം അവർക്കെല്ലാവർക്കും ഈ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രസംഗം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിന്റെ സ്നേഹത്തെക്കുറിച്ചല്ല. ആ സ്നേഹത്തിന്റെ പ്രസംഗം സ്നേഹത്തിൽ നിന്നുകൊണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളിലും തലയായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ച് അവർക്ക് ഈ രോഗമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. നിങ്ങളും ഒരു പുത്രനാണെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി അതൊരു വലിയ ചിന്തയുടെ കാര്യമായി തീരാമായിരുന്നു. പക്ഷെ ഞാൻ അവരെ ഉത്സാഹിപ്പിച്ചു, നിങ്ങൾ പിതാവിനോട് ചോദിക്കുക, എനിക്ക് എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടതെന്ന്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പിന്നെ അത് ചെയ്യുക. പിന്നെ മമ്മി ഒറ്റയ്ക്ക് പോയി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരുടെ തിരിച്ചറിവിൽ ഞാൻ അവരെ വളർത്തുവാൻ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു. ഒരു വാഗ്ദത്തമുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മമ്മി അവർ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. അവർ മുഖം കഴുകുവാൻ പറഞ്ഞു. അതിനുശേഷം അവർ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, മൂലി കഴിക്കാൻ അവരോട് പറഞ്ഞു. അവർ റൊട്ടിയും ദാലും കഴിക്കുമ്പോഴും ഈ കാര്യം അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ റൊട്ടി ഞാൻ കഴിക്കുന്നത് അങ്ങയുടെ ശരീരമാണ്, ഇത് അങ്ങയുടെ രക്തത്തിൽ ഞാൻ പങ്കാളിയാകുന്നുവെന്ന്. അങ്ങനെ അവർ ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊക്കെയാണ് മനസ്സങ്ങ് വല്ലാതെയാകുന്നു. വാഷ്റൂമിൽ പോയി അവർ അവിടെ ഛർദിക്കുവാനിടയായി. അപ്പോൾ ഛർദിച്ചപ്പോൾ എല്ലാ രോഗങ്ങളും മൂക്കിലുണ്ടായിരുന്നതല്ല, ആ ക്യാൻസറിന്റെ എല്ലാ സിംറ്റങ്ങളും ആ രക്തത്തിലൂടെ അത് വെളിയിൽ വരികയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്തു, നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. ഞാൻ ഈ ലോകത്തിന്റെ രീതിയിൽ അവരെ സ്നേഹിക്കാമായിരുന്നു, പക്ഷെ ആ കാര്യങ്ങളെല്ലാം ജീവന്റെ ഫലം അവിടെ കൊണ്ടുവരികയില്ല. മറ്റേ സ്നേഹം അത് ദയയില്ലാത്തതായി തോന്നാം,
എപ്പോഴും ഒരു മകൾ അമ്മയെ ഫോൺ വിളിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിയുന്നു ഞാൻ ഒരു പുത്രനാണ് എന്നുള്ളത്. അതിൽ എനിക്ക് സമാധാനം ലഭിക്കുന്നു. ഈ സ്നേഹം അത് ജീവൻ കൊണ്ടുവരുന്നു. ഏതാണ് ഇതിൽ ഏറ്റവും നല്ല സ്നേഹം? ഇപ്പോൾ ഞാനും നിങ്ങളും പരസ്പരം നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരൊരു സമുദായത്തെ പോലും ഒരാൾക്ക് വേണ്ടി ഒരാൾ നിലനിൽക്കുന്നു. മറ്റേ ഒരു മേഖലയിൽ, ആത്മാവിന്റെ മേഖലയിൽ, അവിടെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ സത്യത്തിൽ അവരുടെ ആത്മാവിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. നമ്മൾ ദൈവപുത്രന്മാരാണ്. നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ശരീരത്തിലൂടെയല്ല, ആത്മാവിലാണ് നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്, തിരിച്ചറിവിൽ അവരെ ഉറപ്പിക്കുകയാണ് നമ്മൾ ആരാണെന്നുള്ളതിൽ. ഞാൻ എൻ്റെ അമ്മയുമായും ഒരു കൂട്ടായ്മ വെച്ചു. ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. പിതാവ് എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് എന്നും ആ നീതി എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നും. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ അവരോട് സംസാരിക്കും. ഞങ്ങൾ 2 പുത്രന്മാർ പരസ്പരം കൂട്ടായ്മ ആചരിക്കുകയാണ്. നമ്മൾ അനാഥരല്ല. ഈ സമുദായത്തിലെ പോലെ പ്രവർത്തിക്കുന്നത്, ഒരാളിൽ ഒരാൾ വിശ്വസിക്കുന്നത്. ഈ കോവിഡിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? അനേകം സഭകൾ നിന്നുപോയി, അനേക സഭകൾ വീണുപോയി. എന്തുകൊണ്ടെന്നാൽ ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇതിൽ നിന്ന് പുറത്തു വന്നതിന്റെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന്. സത്യം ഇതാണ്, എല്ലാ രോഗത്തിന്റെ പേരുകളും നിങ്ങളുടെ കാലിന്റെ കീഴിൽ ആക്കി വെച്ചിരിക്കുന്നു. ഞാനൊരു പ്രാവശ്യം ഒരു സർക്കാർ ഓഫീസിൽ പോയി. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ കാണുവാനിടയായി, അവിടെ വളരെ വലിയ കറപ്ഷനുകൾ നടക്കുന്നത് എൻ്റെ കൺമുൻപിൽ നടക്കുന്നത് ഞാൻ കണ്ടു. വളരെ വലിയൊരു ലൈൻ അവിടെ ആയിരിക്കുകയാണ്. അവിടെ മന്ത്രിമാർ വരെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവരുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന്. നിങ്ങൾ ആളുകൾക്ക് സമയം കൊടുക്കുക, അവർക്ക് കാണുവാൻ വേണ്ടി സമയം കൊടുക്കുക. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. ഞാൻ ബോംബെയിൽ നിന്നുള്ളവരാണ്, പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക, എല്ലാവർക്കും അവസരം ലഭിക്കേണ്ടതിന്. അപ്പോൾ അവർ എന്നോട് പറയുവാനിടയെ, നീ ആരാണ് ഞങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനെന്ന്. അവരെന്നോട് പറഞ്ഞു, ഈ സ്ഥലം അതൊരു ഒരു അമ്പലം പോലെയാണ്, ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന സ്ഥലമാണ് എന്ന്. വളരെ അഹങ്കാരത്തോടെ ആ സ്ഥലത്തെക്കുറിച്ച് വളരെ അഹങ്കാരത്തോടെ സംസാരിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, ഞാൻ അറിയുന്നില്ല നിങ്ങളുടെ ഭഗവാൻ ആരാണെന്നും നിങ്ങളുടെ അമ്പലം ഏതാണെന്നും, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും അവിടെ മാറുവാനിടയായി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിലൊരു ധൈര്യം അത് പറയാനുള്ളതോ ഉണ്ടായിരുന്നു, ആ തെറ്റിനോട് പറയാനുള്ളത്. അവർക്ക് അതിനുള്ള അധികാരമുണ്ടാവും, പക്ഷെ അത് എന്നിൽ പ്രവർത്തിക്കയില്ല. നിങ്ങൾ അറിയുക, നിങ്ങൾ പുത്രനാണ്, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഞാൻ ആ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. ഞാൻ എൻ്റെ ഫോണിൽ ഈ നോട്ടുണ്ടാക്കി, ഈ സ്ഥാനത്ത് യേശുവിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ എഴുതി. അടുത്ത ദിവസം എൻ്റെ സുഹൃത്തിന്റെ ഫോൺ വരികയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ഞാൻ ഓൺലൈനിൽ ഒരു പോസ്റ്റും ഇട്ടില്ല. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ്? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നീ TV ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണുവാനിടയായി, ആ സ്ഥലം മുഴുവൻ തീയാൽ നിറയപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുവാനിടയായി. ആ ബിൽഡിംഗ് മുഴുവൻ തീ അവിടെ തുടങ്ങുവാനിടയായി. ഞാൻ പോയ അതേ സ്ഥലത്തു നിന്നാണ്, അവിടെ നിന്നാണ് തീ തുടങ്ങുവാനിടയായത്. നിങ്ങൾ അറിയുക, സ്നേഹം അത് സംസാരിക്കും, അത് ഭയമില്ലാത്തതാണ്. നിങ്ങൾ ഭയമില്ലാത്തതായി സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ, എങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരിക്കലും സത്യത്തെക്കുറിച്ചുള്ള പ്രസംഗിക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചില്ല. എപ്പോഴൊക്കെ ഞാൻ തെറ്റ് കണ്ടോ, ഞാൻ ആ സത്യം അവിടെ പറയുവാനിടയായി, ആത്മാവിനോട് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ഏത് കെട്ടിടമാണേലും നിങ്ങൾ അതിൽ ഒരു ചുറ്റിക വെച്ച് അടിച്ചടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലൊരു പൊട്ടലുണ്ടാവുകയും അത് വീഴുവാനിടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയുമ്പോൾ ആ സത്യം പിന്നെയും പിന്നെയും എത്ര വലിയ നുണയായിരുന്നാലും അതിനെ പൊട്ടിച്ചു കളവാനിടയായി തീരും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എല്ലാവരും ക്രിസ്തുവിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു സമയമുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, നീ തെറ്റാണ് എന്ന്. ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു നീ ഈ മീറ്റിങ്ങിൽ പോയാൽ നീ മരിച്ചു പോകുമെന്ന് ഞാൻ കണ്ടു എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആ മീറ്റിങ്ങിന് പോകാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്,
ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. അത് വ്യത്യസ്തമാണ്. നിങ്ങൾ എപ്പോഴും ഭയമില്ലാത്തവരായിരിക്കുക. നിങ്ങൾക്ക് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ, നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ, അറിവായിരിക്കുമ്പോൾ നിങ്ങൾ ഭയമില്ലാത്തവരായിരിക്കുക. നിങ്ങൾ വചനത്തിൽ നിന്ന് ആളുകളോട് സംസാരിക്കുക. അന്ധകാരത്തിലായിരിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുവാനിടയായിത്തീരും. വിശ്വാസം സ്നേഹത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു ദാസത്വത്തിൽ നിന്നുകൊണ്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അത് മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ പുത്രന്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്നേഹിച്ചാൽ അത് ജീവനിലേക്ക് കൊണ്ടുപോകും. ദൈവം നല്ലവനാണ്. ചിലപ്പോൾ നമ്മൾ പരസ്പരം കാണുമ്പോൾ ഈ ലോകത്തിന്റെ മേഖലയിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് പക്ഷെ ഒരു അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ദൈവം നല്ലവനാണ്. നമ്മൾ ആത്മാവിൽ സത്യത്തിൽ സ്നേഹിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ഭയം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ആ ഭയം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പക്ഷെ ആ ഭയം അത് നിങ്ങളുടെ അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ദൈവത്തിന്റെ ഭയം എന്താണ്? അതാ പാപത്തോട് നിങ്ങൾ പാപത്തെ വെറുക്കുന്നതാണ്. നിങ്ങൾ എവിടെയൊക്കെ പോകുമ്പോഴും ദൈവത്തിന്റെ ഭയം അത് നിങ്ങളോട് കൂടെ പോകും. എവിടെയൊക്കെ പോയാലും യേശുവിന്റെ ഭയം അത് നിങ്ങളോട് കൂടെ സഞ്ചരിക്കും. നിങ്ങളിലൂടെ ദുഷ്ടാത്മാക്കൾ ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരു മരിച്ച സ്ഥലത്ത് പോയാൽ ആ സ്ഥലം ജീവനുള്ളതായി തീരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം വെളിച്ചമാണ്. നിങ്ങൾ എവിടെ പോയാലും അവിടെ അന്ധകാരമുള്ളിടത്ത് പോയാൽ അവിടെ സ്വയം ജ്യോതിയായി വെളിച്ചമായത് മാറുവാനിടയാകും. ഞാൻ ഇന്നത്തെ മെസ്സേജിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ പക്ഷെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ഒരു പുത്രൻ സത്യത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹിക്കുന്നു. നമ്മൾ ഈ ലോകത്തിന്റെ രീതികളിൽ ആവാനിടയാകാതിരിക്കുക. ഈ ലോകത്തിൽ നിന്ന് വരുന്നതിൽ എന്നെ വിശ്വസിക്കുക. ഈ സ്നേഹം എന്ന് പറയുന്നത് മരണത്തിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഒരു സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നത്, ഒരു സ്നേഹം ദൈവത്തിൽ നിന്നുള്ളത് വരുന്നു. ആ സ്നേഹം അത് ദീർഘമായി ക്ഷമിക്കുന്നു, അത് ദയ കാണിക്കുന്നു, അത് കൃപയുള്ളതാണ്. ആ സ്നേഹം അത് സത്യത്തിലാണ്, അത് സന്തോഷിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നല്ല, യേശു എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുക. ദൈവത്തിന്റെ സ്നേഹം അത് ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പലപ്പോഴും അത് ദയയില്ലാത്തതായി തോന്നാം, പക്ഷേ അത് അവന്റെ സ്നേഹമാണ്, ജീവൻ നൽകുന്നവന്റെ. ഇപ്പോൾ നമുക്കും പരസ്പരം ആ രീതിയിലാണ് സ്നേഹിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരും ആ സ്നേഹത്തിൽ, ആ സത്യത്തെ അവരുടെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾ ഈ സ്നേഹത്തിന്റെ പുറകെ പോവുകയാണ്, ഇതിനെ അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സ്നേഹം ഒരിക്കലും മുതിർന്നു പോകുകയില്ല. ഈ സ്നേഹത്തിൽ നിങ്ങൾ കാണുവാൻ സാധിക്കും, ഈ സ്നേഹം അത് ഭയമില്ലാത്തതാണ്. ഈ സ്നേഹം എപ്പോഴും സത്യം സംസാരിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അടുത്ത് സത്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആ സത്യത്തെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് പ്രസംഗിക്കുക. ആ സത്യത്തിൽ എപ്പോഴും തന്നെത്താൻ ഉറപ്പുള്ളവരായിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ സത്യം വചനം പറയുന്നു അത് ജയമുള്ളതാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ സത്യം വചനം പറയുന്നത് അത് ജയം ഉള്ളതാണ് എന്ന്. ഇത് സത്യമാണ്. അത് ജീവന്റെ ഫലത്തെ കൊണ്ടുവരുവാനിടയായിത്തീരും. നിങ്ങൾ ഇത് ചിന്തിക്കുക, ഇത് പഠിക്കുക. ഒരു പുത്രൻ അവരുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. നമ്മൾ ആ സത്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നു. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ സ്നേഹം നമ്മളിൽ എപ്പോഴും നിലനിൽക്കണമെന്ന്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മൾക്ക് ദൈവം ഇന്ന് തന്ന വചനത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചത്, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് ആത്മീയ വർധനവ് നമ്മൾക്ക് വചനം കേട്ടതിലൂടെ ലഭിച്ചതിനെല്ലാം അതിൻ്റെ ദശാംശം നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. നിങ്ങൾ എൻ്റെ പുറകെ എന്നോടൊപ്പം പറയുക, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. വചനം കേട്ടതിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ വർധനവ് എൻ്റെ ശരീരത്തിൽ ലഭിച്ചത് അതിൻ്റെ 10% ഞാൻ അങ്ങേക്ക് തരുന്നു. നിങ്ങൾക്ക് അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Amen.